മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റാക്കാൻ പോകുന്നത് നമ്മുടെ 6ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റായ അറിഞ്ഞു വിടരാം എന്ന് പറയുന്ന യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് ആദ്യത്തെ പറക്കൽ എന്ന് പറയുന്ന കേസരി എ ബാലകൃഷ്ണപിള്ള എഴുതിയ ചെറിയൊരു കഥ അല്ലേ. ഇത് ലിയാമോ ഫ്ലാഹർട്ടി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് മലയാളത്തിൻ്റെ സ്വന്തം പ്രിയപ്പെട്ട എഴുത്തുകാരൻ കേസരി എ ബാലകൃഷ്ണപിള്ള അല്ലേ. ആദ്യത്തെ പറക്കൽ. പറക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് 2 കാര്യങ്ങൾ വരിക അല്ലേ. ഒന്ന് വിമാനം, പിന്നെ പക്ഷി. പാരച്യൂട്ടൊക്കെ വരും, അത് നമ്മൾ ആ കാര്യത്തിൽ കൂട്ടണ്ട. പക്ഷെ എന്താണ് വിമാനം അല്ലെങ്കിൽ പക്ഷി? പക്ഷെ ഇവിടെ പറക്കുന്നത് വിമാനമാണോ അല്ലെങ്കിൽ പക്ഷിയാണ്? പക്ഷികളും എത്ര പ്രാവശ്യം വീണിട്ടാണ് പേടിച്ചിട്ടാണ് ഒടുക്കം ആകാശത്തിലൂടെ പറന്നു പോകുന്നത് അല്ല മക്കളെ. പക്ഷി പറക്കുന്നത് ആദ്യം തന്നെ ജനിച്ച ഉടനെ ആകാശം നോക്കി പറന്നു പോകുന്നൊരു കാഴ്ചയല്ല, മറിച്ച് ഉള്ളിലെ ഭയം ഇല്ലാതാക്കിക്കൊണ്ട്, ഉള്ളിലെ സംശയങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലേ. ഞാൻ ഈ മലയിലൂടെ താഴേക്ക് വീണാലേ ഒരു പക്ഷേ എൻ്റെ ചിറക് വിടർന്നു വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ താഴെ വീണ് മരിച്ചു പോകുമോ എന്ന അവൻ്റെ ഉള്ളിലെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിലെ ഭയത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഓരോ പക്ഷിയും ആകാശത്തിലൂടെ ചിറക് വിരിച്ച് പറന്നു പോകുന്നത്. ഇത്തരത്തിൽ നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്, ആദ്യത്തെ പറക്കൽ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ നമ്മൾ അറിയാൻ പോകുന്നത് മനുഷ്യർ മാത്രമല്ല പക്ഷികളും നിരവധി പരിശ്രമങ്ങൾ നടത്തിയാണ് ജീവിക്കാൻ ആവശ്യമായ പല കഴിവുകളും നേടുന്നത് എന്ന കാര്യമാണ്. മനുഷ്യൻ മാത്രമല്ല ജീവിക്കാൻ കഷ്ടപ്പെടുന്നത്, മറിച്ച് ഈ ലോകത്തിലെല്ലാ ജീവജാലങ്ങളുമുണ്ട്. ഇവിടെ ഒരു പക്ഷി തൻ്റെ ജീവിതത്തിലെ കൈവരിക്കുന്ന നേട്ടമാണ് ഈ പാഠഭാഗം പറയുന്നത്. ഈ കഥയിലെ കഥാനായകനായ പക്ഷി, ഒരു പക്ഷിക്കുഞ്ഞ് തൻ്റെ അമ്മയും തൻ്റെ സഹോദരങ്ങളും അച്ഛനും ആകാശത്തൂടെ വട്ടമിട്ട് പറക്കുന്ന കണ്ടിട്ടും തനിക്ക് സ്വയം ആത്മവിശ്വാസമില്ലാതെ, തൻ്റെ പറക്കാനുള്ള കഴിവിൽ ഒട്ടും വിശ്വാസമില്ലാതെ, ഒരു കഴിവിലും ബോധമില്ലാതെ ആ പക്ഷി തൻ്റെ ഉള്ളിലെ ഭയത്തിൽ ഒതുങ്ങി കഴിയുകയാണ്. അവസാനം തൻ്റെ ഉള്ളിലെ ഭയത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട്, തച്ച് തകർത്തുകൊണ്ട് ആ പക്ഷിക്കുഞ്ഞ് ആകാശത്തിലൂടെ തൻ്റെ ചിറക് വിരിച്ച് പറന്നു പോകുന്ന മനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്ന ഒരു മോട്ടിവേഷനായ, ഒരു പ്രചോദനമായ പാഠഭാഗമാണ് ഇത് മക്കളെ. ആദ്യത്തെ പറക്കൽ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ഒരു പക്ഷി തൻ്റെ ചിറക് വിരിച്ചിങ്ങനെ പറന്നു പോവുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തൻ്റെ ആദ്യത്തെ പറക്കല് എത്ര പേടിച്ചിട്ടാണ് ആ പക്ഷി പിന്നീട് ചിറകുയർത്തി പറന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കഥ പഠിച്ചാലോ. ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഈ കഥ അങ്ങ് സെറ്റാക്കാണ്. ബാലനായ ആ കടൽ കോഴി ഒരു പാറയിൽ ഏകനായി ഇരിക്കുകയാണ്. ബാലൻ, ചെറിയ കുട്ടി, നിങ്ങളെപ്പോലെ അല്ലേ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അതേപോലെ വ്യത്യസ്തനായ ഒരു ബാലനാം കടൽ കോഴി ഒരു പാറയിടുക്കിൽ ഇങ്ങനെ പേടിച്ചിരിക്കാണ്. അവന് 2 സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട് അല്ലേ. അവന് 2 സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. തലേ ദിവസം അവർ അവിടെ നിന്ന് പറന്നു പോയി കഴിഞ്ഞിരുന്നു. തൻ്റെ സഹോദരന്മാരും സഹോദരിയും അവിടെ നിന്ന് പറന്നുപോയി. ഇനി തൻ്റെ ഊഴാണ്, ഇനി ഞാനാണ് പറക്കേണ്ടത്. പക്ഷേ ആ പക്ഷിക്കുഞ്ഞിന്, ആ ബാലനായ ചെറിയ പക്ഷിക്കുഞ്ഞിന് ഉൾപ്പേടിയാണ്, ഉള്ളിലൊരു ബോധമില്ല. അവൻ്റെ ഉള്ളിലെ ബോധം എന്താണ്? ഭയമാണ്. തനിക്ക് ചിറക് വിരിച്ച് പറക്കാൻ സാധിക്കുമോ, ഇല്ലെങ്കിൽ ഞാൻ താഴെ വീണ് മരിച്ചു പോകില്ലെന്ന ഭയം ആ പക്ഷിക്കുഞ്ഞിനെ പറക്കാൻ അനുവദിക്കുന്നില്ല. അവൻ്റെ സഹോദരനും സഹോദരിയും നേരത്തെ പറന്നുപോയി, അവൻ മാത്രമായി അവിടെ ബാക്കിയായി. അവരോടുകൂടി പറക്കാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല അല്ലേ. തൻ്റെ കൂടെപ്പിറപ്പുകളെ കൂടെ പറന്നു പോകാൻ ആ പക്ഷിക്കുഞ്ഞ് ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ പേടിച്ചിരിക്കാണ്. അവൻ എങ്ങനെ പറന്നു പോകണമെന്ന് അറിയില്ല. അവൻ അതിനുള്ളിൽ പേടിച്ച് നിൽക്കാണ്. ആ പാറയുടെ വക്കുവരെ ഓടിച്ചെന്നിട്ട് അവൻ ചിറകടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പാറയുടെ വക്കുവരെ, ആ പാറയുടെ അടുത്തുവരെ അവൻ പറന്നുപോയി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിറകടിക്കാൻ തുടങ്ങി. അവന് പറന്നു പോകാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ട മക്കളെ. കാരണം എന്താ? അവന് ഭയമാണ്. തൻ്റെ കൂട്ടിലുണ്ടായിരുന്ന, തന്നോടൊപ്പം ജനിച്ച തൻ്റെ സഹോദരന്മാരും സഹോദരിയും പറന്നുപോയി, ചിറകടിച്ച് പറന്നുപോയി. പക്ഷെ തനിക്ക് പറക്കാൻ സാധിക്കുന്നില്ല. തനിക്ക് പറന്നു പോകാൻ പേടിയാണ്. ആ ബാലനായ പക്ഷിക്കുഞ്ഞവിടെ പേടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കഥയുടെ ആദ്യ ഭാഗത്ത് കാണാൻ സാധിക്കുക. ആ പാറയുടെ വക്കുവരെ ഓടിച്ചെന്നിട്ട് അവൻ ചിറകടിക്കാൻ തുടങ്ങി. അപ്പോൾ അവന് പേടി തോന്നി. മക്കൾ, ഈ കഥ വായിക്കുമ്പോൾ എൻ്റെ മക്കളെ മനസ്സിലേക്ക് വരേണ്ട കാര്യം പേടി അല്ലേ. പരീക്ഷയ്ക്ക് തോക്കുമെന്ന ഭയം, പേടി. അച്ഛനും അമ്മയും ചീത്ത പറയുമെന്ന പേടി. ഫോണ് പിടിച്ചു വെച്ചാൽ നേരെ പോയി ആത്മഹത്യ. അച്ഛനമ്മ ചീത്ത പറഞ്ഞ ആത്മഹത്യ. പരീക്ഷയ്ക്ക് തോറ്റ ഡിപ്രഷൻ.
അല്ല എന്തൊക്കെ ഈ കാലം സംഭവിക്കുന്നേ? നമ്മുടെ ഉള്ളിലെ ഭയമാണ് അതിന് കാരണം. നമ്മളെ ഭയത്തെ എപ്പോൾ ഇല്ലാതാക്കുന്നോ അപ്പോൾ നമുക്ക് ലോകം നമ്മുടെ കൈക്കുമ്പിൽ കിട്ടും. ഇവിടെ ഈ പക്ഷി തൻ്റെ ഭയത്തിൽ ചിറകടിച്ച് പറന്നു പോകാൻ വിശ്രമിക്കുമ്പോഴേ, അവൻ ശ്രമിക്കാതിരിക്കുമ്പോഴേ അവസാനം അവൻ ചിറകടിച്ച് ആകാശത്തിലൂടെ പറന്നു പോകുന്ന കാഴ്ചയുണ്ട് മക്കളെ, കോരിത്തിരിപ്പിക്കുന്ന കാഴ്ച. അതേപോലെ നമ്മുടെ ഉള്ളിലെ ഭയത്തെ നമ്മൾ ഇല്ലാതാക്കണമെന്നാണ്, നമ്മൾ ലോകത്തെ സുന്ദരമായി കാണണം, എല്ലായിടത്തും പറന്നു പോകണമെന്നാണ് ഈ പാഠഭാഗത്തിലൂടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ നമ്മോട് പറയുന്നത്. താഴെ സമുദ്രം നോട്ടമെത്താത്ത ദൂരത്തിൽ പരന്നു കിടക്കുന്നു അല്ലേ? അവൻ ആ പാറക്കെട്ടം നോക്കിയാൽ താഴെ എന്താണ്? വലിയ കടലാണ്, സമുദ്രം ഇങ്ങനെ പരന്നു കിടക്കാണ്. അതിലെത്തുവാൻ വളരെയധികം ദൂരമുണ്ടെന്ന് അവൻ വിചാരിച്ചു. ഈ യാത്രയിൽ തൻ്റെ ചിറകുകൾ തനിക്കുതകുന്നതല്ലായിരുന്നു അവൻ്റെ ദൃഢമായ വിശ്വാസം അല്ലേ? ഈ യാത്രയിൽ തൻ്റെ ചിറകുകൾ തനിക്ക് ചേരുന്നവയല്ല. തൻ്റെ ചിറക് തനിക്ക് വിടർത്തി പറക്കാൻ പറ്റുമോ എന്ന സംശയം അവൻ്റെ മനസ്സിലുണ്ട്. അവൻ ഭയപ്പെടുകയാണ്. ഈ ചിറക് വിടർത്തി എനിക്ക് പറന്നു പോകാൻ സാധിക്കുമെന്ന ഭയം ആരെ കീഴ്പ്പെടുത്തുന്നു? ആ കുഞ്ഞു ബാലനെ കീഴ്പ്പെടുത്തുന്നു, ആ പക്ഷിയെ കീഴ്പ്പെടുത്തുന്നു. തന്നിമിത്തം അവൻ രാത്രിയിൽ കിടന്നുറങ്ങാറുള്ള ചെറിയ വിടവിലേക്ക് തല കുനിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. അവൻ സുരക്ഷിതമായ കംഫർട്ട് സോണിലേക്ക് പോവുകയാണ്. അവന് പറക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഭയമാണ്. ഈ ചിറക് വിരിഞ്ഞ് അവന് പറക്കാൻ സാധിക്കുമോ, താഴെ വീണ് മരിച്ചു പോകുമെന്ന ഭയം. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്ത, ആത്മവിശ്വാസമില്ലാത്ത ആൾക്കാരുടെ പ്രതീകമായി ഈ പക്ഷി മാറുകയാണ് ഇവിടെ. അവൻ്റേതിനോളം നീണ്ടവയല്ലാത്ത ചിറകുകളുള്ള ജ്യേഷ്ഠന്മാരും കൊച്ചു സഹോദരിയും പാറയുടെ വക്കിലേക്ക് ഓടിച്ചെന്ന് ചിറകടിച്ചു പറന്നു പോയത് അവൻ കണ്ടതാണ്. അല്ല മക്കൾ, എന്താ പറയുന്നേ? അവൻ്റേതിനോളം നീണ്ടവയല്ലാത്ത ചിറകുകളുള്ള ജ്യേഷ്ഠന്മാരും കൊച്ചു സഹോദരിയും പാറയുടെ വക്കിലേക്ക് ഓടിച്ചെന്ന് ചിറകടിച്ചു പറന്നു പോയത് അവൻ കണ്ടതാണ്. തൻ്റെ ചിറകിൻ്റെ അത്ര പോലും സൈസില്ലാത്ത ചെറിയ ചിറകുള്ള തൻ്റെ സഹോദരിയും സഹോദരനും ചിറകു വിരിച്ചു പറന്നു പോകുന്ന കാഴ്ച അവൻ കണ്ടതാ. പക്ഷെ അവനെന്താ പറന്നു പോകാൻ സാധിക്കാത്തെ? ഭയം. അല്ല മക്കളെ, ഭയാണ്. പറന്നു പോകാൻ ആ പക്ഷിക്ക് ധൈര്യമില്ല. തൻ്റെ ഉള്ളിലെ ഭയം എപ്പോൾ നീക്കുന്നുവോ അപ്പോൾ അവന് ലോകത്തെ പറന്ന് കാണാൻ പറ്റുമെന്ന് അവൻ അറിയുന്നില്ല. തൻ്റെ കൂടപ്പിറപ്പുകൾ പറന്നു പോയിട്ടും അവന് പറക്കാൻ സാധിക്കുന്നില്ല മക്കളെ. അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവന് ജനിച്ചില്ല. ധൈര്യം അല്ലേ? താഴേക്ക് വീണ് മരിച്ചു പോകുമെന്ന സംശയം, പേടി, പറന്ന് ആകാശത്തേക്ക് പോകാനുള്ള ധൈര്യക്കുറവ് എല്ലാം ആ പക്ഷിയെ തൻ്റെ ഉള്ളിലേക്ക് തന്നെ വിളിച്ചു വരുത്തുകയാണ്. അവൻ്റെ മാതാപിതാക്കൾ അവിടെ വന്ന് അവൻ്റെ ചുറ്റും പറന്നുകൊണ്ടിരുന്നു അല്ലേ? എടാ മോനെ വാടാ, എടാ മോനെ ഇങ്ങോട്ട് പറന്ന് വാടാ എന്ന് പറഞ്ഞ് നമ്മുടെ ആ മാതാപിതാക്കൾ ആ പക്ഷിക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആകാശത്തൂടെ പറന്ന് കളിക്കുന്നുണ്ട്. അവൻ ആ കാഴ്ച കാണുന്നുണ്ട്. പക്ഷേ അവൻ തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പറന്നു പോകാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അവന് തൻ്റെ കഴിവ് വിശ്വാസമില്ല, ധൈര്യക്കുറവാണ്. ആർക്ക്? നമ്മുടെ ഈ കുഞ്ഞു ബാലനായ പക്ഷിക്കുഞ്ഞിന്. അവർ ഉറക്കെ അവനെ വിളിച്ചു, ശാസിച്ചു എന്ന് പറഞ്ഞാൽ വഴക്കു പറഞ്ഞു അല്ലേ? എടാ വാടാ മക്കളെ, മുത്തേ വാടാ, പറന്നു വാടാ അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് നിന്ന് പക്ഷികൾ പറയാണ്. അച്ഛനും അമ്മയായ പക്ഷി ആകാശത്ത് വട്ടമിറന്ന് ഈ ബാലനായ പക്ഷി കുഞ്ഞിനെ വിളിക്കാണ്. പക്ഷെ അവനത് കേൾക്കാൻ പറ്റുന്നില്ല, അവന് പേടിയാണ് പറന്നു പോകാൻ. വഴക്കും പറഞ്ഞു, നീ പറന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട്, എത്ര നാളായി നീ ഇങ്ങനെ പറക്കാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വഴക്കും പറഞ്ഞു. പക്ഷെ അവന് പറക്കാൻ സാധിക്കുന്നില്ല. പറന്നില്ലെങ്കിൽ അവിടെ തനിച്ചു പട്ടിണി കിടന്ന് ചാകുമെന്ന് ഭയപ്പെടുത്തി. നീ പറന്നു വന്നില്ലെങ്കിൽ അവിടെ നീ പട്ടിണി കിടന്ന് ചാവൂട്ടോ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അച്ഛനും അമ്മയും. പക്ഷേ ജീവരക്ഷാർത്ഥം പോലും പറക്കാൻ തനിക്ക് സാധിക്കുന്നതല്ലെന്ന് അവന് വിചാരമുണ്ടായിരുന്നത് പോലെ തോന്നി അല്ലേ? ജീവൻ പോയാലും ശരി തനിക്ക് പറന്നു പോകാൻ കഴിയില്ല എന്ന ചിന്തയിലേക്ക് അവൻ എത്തുകയാണ്. അവന് പറ്റുന്നില്ല പറന്നു പോകാൻ. അത്രമാത്രം ദുഃഖത്തിൽ ആഴ്ന്നുപോയി അവൻ്റെ ജീവിതമെന്ന് പറയുന്നു. തലേ ദിവസം പകൽ മുഴുവനും തൻ്റെ അച്ഛനമ്മമാരും സഹോദരന്മാരും ഒന്നിച്ച് ചുറ്റി പറക്കുന്നത് അവൻ കണ്ടിരുന്നു അല്ലേ? തലേ ദിവസം വരെ തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ സഹോദരിയും സഹോദരന്മാരും ഒന്നിച്ച് ചുറ്റിപ്പറക്കുന്ന കാഴ്ച അവൻ കണ്ടിരുന്നു. പക്ഷെ ആ കൂട്ടത്തിലേക്ക് അവനും പറന്നു പോകാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? പേടി. തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ സുഹൃത്തുക്കളും തൻ്റെ സഹോദരിയും സഹോദരന്മാരും ഈ ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന കാഴ്ച അവൻ കണ്ടിട്ടും അവന് അവരോടൊപ്പം ചേർന്ന് പറക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഈ കഥയിൽ പറയുന്നത്. അവൻ ഈ പേടിയെല്ലാം മാറ്റി ധൈര്യത്തോടു കൂടി പറന്നു വരണമെന്നാണ് തൻ്റെ അച്ഛനും അമ്മയുടെ ആഗ്രഹം. പക്ഷെ അതിനും അവന് പറ്റുന്നില്ല.
മൂത്ത ചേട്ടൻ ഒരു ഹെറിങ് മത്സ്യത്തെ പിടിക്കുന്നതും അതിനെ വിഴുങ്ങുന്നതും മാതാപിതാക്കൾ അഭിമാനം സൂചിപ്പിക്കും വിധം കരഞ്ഞുകൊണ്ട് അവനെ വട്ടമിടുന്നതും അവൻ ഒരു പാറയിൽ നിന്ന് കാണുകയുണ്ടായല്ലേ. മൂത്ത ചേട്ടൻ കടലിൽ നിന്നും ഒരു മീൻ കുഞ്ഞിനെ എടുത്ത് വിഴുങ്ങുന്ന കാഴ്ച കണ്ടപ്പോൾ അച്ഛനും അമ്മയും മിടുക്കൻ എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു തൻ്റെ ജ്യേഷ്ഠനെ. അവൻ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. തൻ്റെ ജ്യേഷ്ഠനെ പോലെ കടലിൽ ആഴ്ന്നിറങ്ങി മീനിനെ കൊത്തിയെടുത്ത് വിഴുങ്ങി തിന്നാൻ അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവന് കഴിയുന്നില്ല, ഭയം. തൻ്റെ ചേട്ടനും സഹോദരിയും കൈവരിക്കുന്ന നേട്ടങ്ങൾ കണ്ട് അവൻ ഞെട്ടിപ്പോവുകയാണ്. തനിക്കെന്താ അതുപോലെ ആകാൻ പറ്റാത്തതെന്ന്. കുഞ്ഞുമക്കളെ, ഈ കഥ തരുന്ന പാഠം എന്താണ്? നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഭയം എപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുന്നു, അപ്പോൾ നമുക്ക് നേട്ടങ്ങളുടെ വലിയ നീണ്ട നിര നമ്മളെ കാത്തു നിൽക്കുമെന്നാണ് പറയുന്നത്. അന്ന് രാവിലെ മുഴുവൻ താൻ ഇരുന്ന പാറയ്ക്കെതിരെയുള്ള ഒരു പാറയുടെ മധ്യത്തിലെ വലിയ സമതടത്തിൽ നടന്നുകൊണ്ട് ആ കുടുംബക്കാരെല്ലാം തൻ്റെ ഭീരുത്വത്തിന് തന്നെ കുറ്റം പറയുന്നതും കൂടി അവൻ കേൾക്കാതിരുന്നില്ല, അല്ലേ? അവൻ്റെ കുടുംബക്കാർ മുഴുവൻ അവനെ കുറ്റം പറയാണ്. എന്താ പറയുന്നേ? എടാ, നാണുണ്ട് എങ്ങായേ, നീ എന്താ കാട്ടിക്കൂട്ടും, നിനക്ക് പറന്നു വന്നൂടെ, ഇത്ര നാളായി നീ അവിടെ കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കുടുംബക്കാരും സുഹൃത്തുക്കളും ഈ പക്ഷിക്കുഞ്ഞിനെ, ബാലനായ പക്ഷിയെ, കടൽ കോഴിയെ എന്താണ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലവും ആ പാറയുടെ അടുത്തു തപ്പിയപ്പോൾ ഒരിത്തിരി ആഹാരം പോലും അവിടെ അവശേഷിക്കുന്നില്ല, അല്ലെ? അവൻ ആ പാറയിൽ ഒറ്റക്കായി, അവിടെ ആഹാരമില്ല, അല്ലേ? പറന്നു പോയിട്ടൊന്നും കഴിച്ചാലല്ലേ ആഹാരം കിട്ടൂ. അച്ഛനമ്മ നേരത്തെ പറഞ്ഞിരുന്നു, നീ പറന്നില്ലെങ്കിൽ നിനക്കൊരു ഭക്ഷണം കൊടുത്തിട്ട് നീ പട്ടിണിയും ചാവുന്നല്ലേ. അപ്പോൾ പാറയിൽ കഴിക്കാനൊന്നുമില്ല. അവന് പട്ടിണിയാവാൻ തുടങ്ങി. കാരണം എന്താണ്? അവൻ പറന്നു പോയി ഒന്നും കഴിക്കുന്നില്ല. അവന് ഭയന്ന് അവൻ അവിടെ തന്നെ ഒതുങ്ങി ജീവിക്കുകയാണ്. ഒരു സ്ഥലവും അവൻ അന്വേഷണത്തിൽ നിന്ന് ഒഴിച്ചിട്ടിരുന്നില്ല. അവനും സഹോദരന്മാരും സഹോദരിയും മുട്ടയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കിടന്ന പരുപരുത്തതും അഴുക്കു നിറഞ്ഞതുമായ വൈക്കോൽ കൂടിൽ പോലും അവൻ തിരയുകയുണ്ടായി, അല്ലേ? അവനും സഹോദരൻ ജനിച്ചു വളർന്ന ആ കൂട്ടിൽ പോലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് അവൻ നോക്കി. പക്ഷെ ഒന്നും കിട്ടിയില്ല. അവൻ ആ മരക്കൊമ്പിൽ ഒറ്റക്കൈ മാറുകയാണ് സുഹൃത്തുക്കളെ. പുള്ളികളോടുകൂടിയ ആ മുട്ടത്തോടിൻ്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ കൊത്തി തിന്നു നോക്കി. അവനപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ അംശം തിന്നതുപോലെ തോന്നിയത്, അല്ലേ? അവന് വിശക്കാൻ തുടങ്ങി. ആ മരച്ചോട്ടിൽ അവൻ ഒറ്റക്കായി. അവസാനം അവൻ പുറത്തു വന്ന ആ മുട്ടയുടെ തോട് അവിടെ ഉണ്ടായിരുന്നു, ഉണങ്ങിയ തോട്. അതവൻ തിന്നാൻ നോക്കി വിശന്നിട്ട്. അത് സ്വയം ശരീരം തന്നെ തിന്നപ്പോൾ അവന് തോന്നി. കാരണം അവൻ ജനിച്ചു വന്ന ആ വഴിയാണ് ആ മുട്ടത്തോട് എന്ന് പറയുന്നത്. കാരണം എന്താ? കഴിക്കാൻ വേറൊന്നുമില്ല. അവന് പറക്കാൻ പറ്റുന്നില്ല, പേടിയാണ്. അവൻ ആ മരച്ചോട് തന്നെ കഴിയാണ് പറക്കാണ്ട്. ഇപ്പം പട്ടിണി കിടക്കാൻ തുടങ്ങി ആ ചെറിയ ആ ബാലനായ പക്ഷി. അവൻ കൂടിൻ്റെ പാറയുടെ ചാരനിറമായിരുന്നു അവൻ്റെ, ചാരനിറത്തിലുള്ള പാറയുടെ അതേ നിറമുള്ള പക്ഷിയായിരുന്നു അവൻ്റെ നിറം. അവൻ കൂടിൻ്റെ ഒരറ്റം മുതൽ മറ്റേതുവരെ ലാത്തി നടന്നു നോക്കി, അല്ലേ? അവൻ കൂടിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ ലാത്തിയെ നടന്നു നോക്കി. പറക്കാതെ മാതാപിതാക്കന്മാരുടെ സമീപത്തെത്തുവാനുള്ള മാർഗം ആലോചിച്ചുകൊണ്ട്. ഇപ്പം തൻ്റെ മാതാപിതാക്കളുടെ അടുത്തെത്താൻ വേണ്ടി അവൻ ഒരുപാട് സമയം ശ്രമിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും പറന്ന് തൻ്റെ മാതാപിതാക്കളെ അടുത്തെത്തണം. ആർക്ക്? ഈ പക്ഷിക്കുഞ്ഞിന്. എങ്ങനെയെങ്കിലും ഈ പക്ഷിക്കുഞ്ഞിന് പറന്ന് എവിടെ എത്തണം മക്കളെ? തൻ്റെ മാതാപിതാക്കളുടെ അടുത്തെത്തണം. അപ്പം അവൻ അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന് പറ്റുന്നില്ല. എങ്ങനെയാണ് പറക്കേണ്ടത്, എങ്ങനെ പറന്നാലാണ് അവരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുക എന്ന ചിന്തയൊക്കെ അവനെ വേട്ടയാടാണ്. അങ്ങനെ തൻ്റെ ചാരനിറമുള്ള നീണ്ട കാലുകൾ ലളിതമായി നിലത്തുകുത്തി അവൻ നടന്നു. അങ്ങനെ ആ പക്ഷി തൻ്റെ കാലുകൾ നിലത്തുകുത്തി ഇങ്ങനെ നടന്നു, അല്ലേ? തൻ്റെ കാലുകൾ നിലത്തുകുത്തി പക്ഷി ഇങ്ങനെ നടക്കാണ്. പക്ഷേ അവൻ്റെ ഓരോ വശത്തും കീഴിൽ സമുദ്രങ്ങളുള്ള കിഴുക്കാൻ തൂക്കായ ചെരുവിൽ ആ പാറ അവസാനിച്ചിരുന്നു, അല്ലേ? താൻ നടക്കുമ്പോൾ ആ പാറ അവിടെ അവസാനിക്കുകയാണ്. ആ പാറ അവസാനിക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച എന്ന ഗർത്തമായ വലിയ കുഴി കാണുകയാണ്. അവിടെ കടലൊക്കെ കാണുമ്പോൾ അവന് ഭയം വരാൻ തുടങ്ങി. അയ്യോ, ഈ നടക്കുമ്പോൾ എവിടെയെങ്കിലും വീണ് മരിച്ചു പോകുമെന്ന ഭയം അവനെ പേടിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെയും മാതാപിതാക്കന്മാരുടെയും ഇടയ്ക്ക് അഗാധവും വീതിയേറിയതുമായ ഒരു ഗർത്തമുണ്ടായിരുന്നു, അല്ലെ? ഗർത്തം എന്ന് പറഞ്ഞാൽ വലിയ കുഴി. അതായത് മാതാപിതാക്കൾ അപ്പുറമുണ്ട്, ഇവൻ ഇപ്പുറത്തെ പറയിലുണ്ട്. നടുക്കുന്ന വലിയ കുഴിയാണ്, കടലിൽ പോലുള്ള കുഴിയാണ്. അപ്പം ഈ കുഴി, ഈ ഗർത്തം മാതാപിതാക്കളിൽ നിന്നും അവനെ വേർപ്പെടുത്തിയിരിക്കുന്നു. അവനെ ഗർത്തം പറന്നു പോയാൽ മതി, അവന് ലോകം വിശാലമായി കാണാൻ സാധിക്കും. പക്ഷേ അവൻ അതുപോലും പറക്കാൻ സാധിക്കുന്നില്ല. ഭയമാണ് ആ ബാലനായ പക്ഷിക്കുഞ്ഞിനുള്ളിലുണ്ടായത്. പാറയുടെ വക്കത്ത് സാവധാനം അവൻ നടന്നു. അങ്ങനെ പാറയുടെ വക്കത്തിലൂടെ അവൻ സാവധാനം എല്ലാം നടക്കാണ്. അനന്തരം ഒരു കാൽ ചിറകിനടിയിൽ ഒളിച്ചു വെച്ച് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒറ്റക്കണ്ണടച്ചു വെച്ച് ഉറങ്ങുന്ന ഭാവം അഭിനയിച്ചു. എന്നിട്ടും അവർ കണ്ട ഭാവം കാണിച്ചില്ല.
പാറയുടെ വക്കത്ത് സാവധാനം അവൻ നടന്നു, അല്ലേ? സാവധാനം അവൻ നടക്കാണ്. പാറയുടെ അറ്റത്ത് കൂടി അവൻ ഇങ്ങനെ നടന്നു പോയി. അനന്തരം ഒരു കാൽ ചിറകിനടിയിൽ ഒളിച്ചു വെച്ച്, ഒരു കാല് ചിറകിനടിയിൽ അവനെ ഒളിച്ചു വെക്കാണ്. ഒറ്റക്കാൽ നിന്നുകൊണ്ട് ഒറ്റക്കണ്ണടച്ചു വെച്ച് ഉറങ്ങുന്ന ഭാവം അഭിനയിച്ചു. ഉറങ്ങുന്ന പോലെ അവൻ അഭിനയിക്കാണ്. എന്നിട്ടും അവർ കണ്ട ഭാവം കാണിച്ചില്ല. പക്ഷെ മാതാപിതാക്കൾ അവനെ കണ്ട ഭാവം കാണിച്ചില്ല. കാരണം എന്താ? മാതാപിതാക്കൾക്കറിയാം എന്തെങ്കിലും സോഫ്റ്റ് കോർണർ അവനോട് തോന്നിയാലേ അവൻ പറഞ്ഞു വരില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ അവനെ കണ്ട ഭാവം അവിടെ കാണിക്കുന്നില്ല. പക്ഷെ അവൻ ഉറങ്ങുന്ന പോലെ കാണിക്കാണ് ആ ബാലനായ പക്ഷിക്കുഞ്ഞ്. സ്വന്തം തല കഴുത്തിൽ ചായ്ച്ചു വെച്ച് ചേട്ടന്മാരും സഹോദരിയും ആ സമതലത്തിൽ മയങ്ങിക്കിടക്കുന്നത് അവൻ കാണുകയുണ്ടായി. തൻ്റെ വെളുത്ത മുതുകത്തുള്ള തൂവലുകൾ ചിക്കി ഒതുക്കിക്കൊണ്ട് പിതാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അല്ലേ? തൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും ആ മരച്ചുവട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആടി അവർ ആനന്ദിക്കുന്ന കാഴ്ച അവൻ കാണുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ സ്വന്തം തല കഴുത്തിൽ ചായ്ച്ചു വെച്ച്, അല്ലേ? കഴുത്തിൽ ചായ്ച്ചു വെച്ചുകൊണ്ട് തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ സഹോദരിയും ഒരുമിച്ചുള്ള ആ ഒരു കാഴ്ച അവൻ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്തേക്ക് അവന് പോകാൻ പറ്റുന്നുണ്ടില്ല. അവന് ഭയമാണ്, പറന്നു പോകാനുള്ള ഭയം. അവൻ്റെ മാതാവ് മാത്രമേ അവനെ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ. അവൻ്റെ അച്ഛനും സഹോദരന്മാരും ഒരുമിച്ച് അവിടെ സന്തോഷിക്കുന്നു. പക്ഷെ അവൻ്റെ അമ്മ പക്ഷി അവനെ നോക്കിയിരിക്കണം. നമുക്കൊരു അമ്മമാർക്ക് എപ്പോഴും മക്കളോട് ഒടുക്കത്തെ സ്നേഹം, അല്ലേ? അച്ഛനും അങ്ങനെ തന്നെയാണ്. പക്ഷെ അമ്മ കുറച്ച് കൂടും, കാരണം അവരെ വയറ്റിൽ നിന്ന് വന്നവരാണ് നമ്മൾ. അപ്പം ആ അമ്മ പക്ഷി അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമതലത്തിലെ ഒരു ചെറിയ മേടിൽ തൻ്റെ വെളുത്ത നെഞ്ച് മുന്നോട്ടുന്തിച്ചു കൊണ്ടാണ് അവൾ നിന്നിരുന്നത്. ഇപ്പം തൻ്റെ മകനെയും നോക്കിക്കൊണ്ട് തൻ്റെ വെളുത്ത നെഞ്ച് മുന്നോട്ടേക്കാക്കിക്കൊണ്ട് ആ അമ്മ പക്ഷി തൻ്റെ ബാലനായ തൻ്റെ പക്ഷി കുഞ്ഞിനെ നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾ തൻ്റെ കാൽക്കലുണ്ടായിരുന്ന ഒരു മത്സ്യത്തെ കൊത്തി വിഴുങ്ങുകയും അനന്തരം കൊക്കിൻ്റെ ഓരോ വശവും പാറയിൽ ഉരയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ കുഞ്ഞ് നോക്കുമ്പോൾ ഈ അമ്മ മീനുകളെ കൊത്തി തിന്നുകയും ആ ചുണ്ട് എന്താണ് ആ പക്ഷിയുടെ കൊക്ക് പാറക്കിന് ഉരക്കുകയും ചെയ്ത് മൂർച്ചയാക്കുന്നുണ്ട്. ഇത്തരത്തിൻ്റെ അമ്മ പോലും തനിക്കൊരു മാതൃകയായി മാറുകയാണ്. അമ്മ പറയാണ്, നീ പറന്നു വാടാ, നീ മീനുകളെ കൊത്തി തിന്ന് വിഴുങ്ങ്. എന്ന അമ്മ ഒരുപാട് ഉപദേശം അവന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും സാധിക്കുന്നില്ല. ആ ആഹാരം കണ്ട് അവൻ ഉന്മാത്തനായി ഭവിച്ചു. അങ്ങനെ ആഹാരം കൊത്തി വിഴുങ്ങുവാനും കൊക്കുരച്ച് മൂർച്ച കൂട്ടാനും അവൻ അതിയായി ആഗ്രഹിക്കുണ്ടായി. തൻ്റെ അമ്മ തനിക്ക് മാതൃകയാണ്, തനിക്ക് കാഴ്ച തരാണ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് മത്സ്യങ്ങളെ പിടിക്കേണ്ടത്, എങ്ങനെയാണ് വിഴുങ്ങേണ്ടത്, അല്ലേ? അവൻ്റെ അമ്മ മത്സ്യങ്ങളെ പിടിച്ച് കൊക്കിങ്ങനെ പാറക്കിട്ട് ഉരച്ച് മൂർച്ചയാക്കി അത് കാണുന്ന കാഴ്ച അവൻ അത്ഭുതമുണ്ടാക്കി. തൻ്റെ അമ്മയെപ്പോലെ താനും മീനുകളെ പിടിക്കണം, അതിനെ വിഴുങ്ങണം എന്ന ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായി. അവൻ പതുക്കെ ഒന്ന് കരഞ്ഞു. അവൻ്റെ അമ്മയും കരഞ്ഞു. അവൾ അവനെ നോക്കുകയും ചെയ്തു, അല്ലെ? അവൻ പതുക്കെ ഒന്ന് കരഞ്ഞു. അവൻ കരയാൻ തുടങ്ങി. ആ ബാലനായ പക്ഷി, അമ്മേ എനിക്ക് വരണം, അമ്മേൻ്റെ അടുത്ത്, ഞാൻ എന്താ ചെയ്യണ്ടേ, അല്ലേ? ആ പക്ഷിക്കുഞ്ഞ് കരയാൻ തുടങ്ങി. അവൻ പതുക്കെ ഒന്ന് കരഞ്ഞു. അവൻ്റെ അമ്മയും കരഞ്ഞു. അവൾ അവനെ നോക്കുകയും ചെയ്തു. ആ പക്ഷിക്കുഞ്ഞും അമ്മയും കൂടി പരസ്പരം നോക്കുകയാണ്. ഗാ ഘാ ഘാ, തനിക്ക് ആഹാരം കൊണ്ടുവന്ന് തരാനായി അവൻ കരഞ്ഞുകൊണ്ട് അവളോട് അപേക്ഷിക്കുകയാണ്, അല്ലേ? അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും തിന്നാൻ തായോ എന്ന് പറഞ്ഞ് നിങ്ങൾ കരയുന്ന പോലെ ഈ പക്ഷിക്കുഞ്ഞ് മടിയനായ ഈ പക്ഷിക്കുഞ്ഞ് കരയാൻ തുടങ്ങി. എനിക്ക് പറക്കാനൊന്നും പറ്റൂല അമ്മ, എനിക്ക് പേടി, അമ്മ തിന്നാൻ തനിക്ക് വിശക്കെന്ന് പറഞ്ഞ് ഈ പക്ഷിക്കുഞ്ഞ് അമ്മയോട് കരയാൻ തുടങ്ങി. ഗാ ഊ ലാ എന്നൊക്കെ കരഞ്ഞ് ശബ്ദമുണ്ടാക്കിയ പക്ഷിക്കുഞ്ഞ് കരയാൻ തുടങ്ങി കേട്ടോ. ആക്ഷേപ സ്വരത്തിൽ അവൾ മറുപടി നൽകി. ആ പക്ഷിക്കുഞ്ഞിന് അവൾ മറുപടി നൽകിയാണ് ആക്ഷേപ സ്വരത്തിൽ. പിന്നെയും അവൻ ദയനീയമാം വിധം കരഞ്ഞുകൊണ്ടിരുന്നു, അല്ലേ? പിന്നെയും അവൻ കരയാണ്. അയ്യോ അമ്മ എൻ്റെ അടുത്തേക്ക് വരണേ അമ്മേ, എനിക്ക് വിശക്കുന്ന അമ്മേ, എൻ്റെ അടുത്തേക്ക് ഒന്ന് വാ, എനിക്ക് എന്തെങ്കിലും തിന്നാൻ താന്ന് പറഞ്ഞ പക്ഷിക്കുഞ്ഞ് വീണ്ടും കരഞ്ഞു അമ്മയോട്. ഒരു മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷം കൊണ്ട് ആർക്കുകയായി. കാരണം ഒരു കഷ്ണം മീൻ കൊത്തിയെടുത്തുകൊണ്ട് അവൻ്റെ നേരെ പറന്നു വന്നിരിക്കുന്നു. പാറയിൽ കാൽ തട്ടി നോക്കി അവളുടെ ഏറ്റവും അടുക്കലുള്ള സ്ഥാനത്തെത്താൻ മുന്നോട്ട് തല നീട്ടി, അല്ലേ? ഒരു മിനിറ്റ് കഴിഞ്ഞപ്പം ഈ അമ്മ പക്ഷി ഒരു മീനിനെയും കൊത്തിയെടുത്തുകൊണ്ട് ഈ കരയുന്ന തന്നെ മകൻ്റെ അടുത്തേക്ക് എത്തി. അപ്പം മകൻ സന്തോഷിച്ചായി. ഹായ്, അമ്മ വരുന്നുണ്ട്, എൻ്റെ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മകൻ സന്തോഷിക്കുകയാണ്. അങ്ങനെ ഈ അമ്മ പക്ഷി ഒരു മീനിനെയും കൊത്തിയെടുത്ത് ഈ പക്ഷിയുടെ അടുത്തേക്ക് വരികയാണ്. തൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് വന്നു മീനിനെ കൊടുക്കാൻ വേണ്ടി. അപ്പം അവൻ ആകാംക്ഷയായി, എൻ്റെ വിശപ്പ് കണ്ട് എൻ്റെ അമ്മക്ക് തിന്നാൻ തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ സന്തോഷിച്ചു. പക്ഷേ അവൾ എന്തു ചെയ്തെന്നോ, അമ്മ പക്ഷി എന്തോ ട്രിക്ക് ചെയ്തു. എന്താ അത്? അവന് എതിരായി ആ പാറയുടെ മുമ്പിൽ എത്തിയപ്പോൾ പറക്കൽ നിർത്തി. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് എത്തുമെന്നാകുമ്പോൾ അമ്മ പക്ഷി എന്ത് ചെയ്തു? പറക്കൽ നിർത്താൻ തുടങ്ങി. എന്നിട്ട് നിർജീവമായി തൂങ്ങിക്കിടക്കുന്ന കാലുകളോടുകൂടി അവൻ്റെ കൊക്കിന് പ്രായേണെ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ തൻ്റെ കൊക്കിൽ മത്സ്യക്കഷ്ണം വെച്ചുകൊണ്ട് ആ കുഴിയുടെ മീതെ നിന്ന് കളഞ്ഞു, അല്ലേ? എന്താണ്?
അവനെ എത്തിപ്പിടിക്കാൻ പോകുന്ന രീതിയിൽ ആ പക്ഷി കുഞ്ഞിനെ എടുത്ത് ആര് നിന്നു? അമ്മ നിന്നു. എന്നിട്ട് നിർജീവമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ തൂങ്ങിക്കിടക്കുന്ന കാലുകളോടുകൂടി അവൻ്റെ കൊക്കിന് പ്രായേണ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ, അതായത് തൻ്റെ മകനെ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ ഈ പക്ഷി എന്ത് ചെയ്തു? ഇത് ആ പക്ഷി കുഞ്ഞാണെങ്കിൽ ഈ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ പക്ഷി കുഞ്ഞോട് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ അമ്മ പറയാണ്. ആ ദൂരത്തിൽ അമ്മ നിൽക്കുകയാണ് ആ കുട്ടിയുടെ അടുത്തേക്ക്. കുട്ടിയുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തില്ല. ആ പക്ഷി കുഞ്ഞിന് പറഞ്ഞെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ, ഉയരത്തിൽ അമ്മ നിൽക്കുകയാണ്. തൻ്റെ കൊക്കിൽ മത്സ്യക്കഷ്ണം വെച്ചുകൊണ്ട് ആ കുഴിയുടെ മീതെ നിന്ന് കളഞ്ഞു. ഇങ്ങോട്ട് നീ പറന്നു വാ, എൻ്റെ അമ്മയുടെ കൊക്കിൽ നിന്ന് കടിച്ചെടുക്കുന്നത് ആ അമ്മ പക്ഷി കുഞ്ഞോട് പറയാണ്. അവൻ അത്ഭുതപ്പെട്ടു. ഒരു നിമിഷം നിന്നുപോയി. ഇതെന്താ? അമ്മക്ക് എൻ്റെ വായിൽ തന്നൂടെ? ഞാൻ തിന്നൂലേ? ഞാൻ പറന്ന് വരണം, എനിക്ക് പറക്കാൻ പറ്റുമോ നമുക്കറിയില്ലെന്ന് മത്സ്യക്കുഞ്ഞ് അമ്മയോട് പറയാണ്. എന്തുകൊണ്ടാണ് അമ്മ എൻ്റെ വളരെ അടുത്ത് വരാത്തത്? അവൻ സ്വയം ചോദിച്ചു. അമ്മക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് തിന്നാൻ തന്നൂടെ, പക്ഷെ അമ്മ എൻ്റെ അടുത്ത് വരാത്തേ? ഈ പക്ഷിക്കുഞ്ഞ് സ്വയം ചോദിക്കുകയാണ്. അനന്തരം പശി ജനിപ്പിച്ച ഭ്രാന്തു നിമിത്തം അവൻ ആ മീൻ കഷ്ണം കൊത്തിയെടുക്കാൻ മുന്നോട്ട് കുതിച്ചു. അങ്ങനെ അവൻ ആ മീൻ കഷ്ണം കൊത്തിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് ഇങ്ങനെ പറന്നു പോവാണ് പക്ഷിക്കുഞ്ഞ്. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ ആ ശൂന്യതയിലേക്ക് കീഴോട്ട് പോയി. അല്ലേ? അവൻ പെട്ടെന്ന് ആ ശൂന്യതയിലേക്ക്, ആ ഗർത്തത്തിലേക്ക്, ആ കുഴിയിലേക്ക് വീണുപോയി. അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ അമ്മയുടെ കൊക്കിൽ ഉള്ള ആ മീൻ കഷ്ണം കൊത്തിയെടുക്കാൻ വേണ്ടി മുന്നോട്ടാഞ്ഞപ്പോൾ അവൻ താഴെ വീണു പോവുകയാണ്. അവൻ്റെ മാതാവാകട്ടെ മുകളിലേക്ക് പറന്നു കളയുകയാണ് ചെയ്തത്. അവൻ ആ മീൻ കഷ്ണം എടുക്കാൻ വേണ്ടി അമ്മയുടെ കൊക്കിലേക്ക് പറന്നു പോയപ്പോഴേ അമ്മ മാറി. അപ്പോൾ അവൻ താഴോട്ട് ഇങ്ങനെ വീഴാൻ തുടങ്ങി. അവളുടെ കീഴിലൂടെ പാഞ്ഞപ്പോൾ അവൻ ചിറകടി കേൾക്കുകയുണ്ടായി. പിന്നെ ഭീമമായ ഭയം അവനെ പിടികൂടി. ഇത് ഒരു നിമിഷം മാത്രമേ നിന്നുള്ളൂ താനും. അടുത്ത നിമിഷത്തിൽ തൻ്റെ ചിറകുകൾ പുറത്തേക്ക് പരക്കുന്നു എന്ന് അവൻ അറിഞ്ഞു. അവൻ്റെ നെഞ്ചിലെ തൂവലുകളുടെ നേർക്കും ദ്രുതഗതിയിൽ കാറ്റടിച്ചു. അല്ലേ? അമ്മ ആ മീൻ കഷ്ണവുമായി അവൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ആ മീൻ കഷ്ണം കൊത്തിയെടുക്കാൻ വേണ്ടി അമ്മ കിളി തൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു. അവൻ ആ അമ്മയുടെ കൊക്കിൽ നിന്ന് മീൻ എടുക്കാൻ വേണ്ടി തുള്ളിയപ്പോൾ അമ്മ പറന്നു പോയി. അവൻ പെട്ടെന്ന് താഴിലേക്ക് വീണു. ആ താഴിലേക്ക് വീഴും വഴി അവൻ എങ്ങനെയോ അവൻ്റെ ചിറകമെല്ലാം വിരിച്ചു. അവൻ പറക്കാൻ തുടങ്ങുകയാണ്. അവൻ്റെ വെളുത്ത തൂവലുകൾ പുറത്തേക്ക് ഇട്ടുകൊണ്ട് അവൻ ആ വീഴ്ചയിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് പറന്നു. അവൻ്റെ പേടി മറന്നു. രക്ഷപ്പെടാനുള്ള കൊതിയിലെ വ്യഗ്രതയിലെ ആ പക്ഷിക്കുഞ്ഞ്, ബാലനായ പക്ഷിക്കുഞ്ഞ് തൻ്റെ ചിറക് വിരിച്ച് മെല്ലെ പറന്നു പോകാൻ ശ്രമിച്ചു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അമ്മ ചെയ്ത ട്രിക്കാട്ടോ അത്. അവൻ പറക്കാൻ വേണ്ടി തൻ്റെ ചിറകുകളുടെ അഗ്രങ്ങൾ വായുവിനെ വെട്ടിക്കൊണ്ട് പോകുന്നു എന്ന് അവന് മനസ്സിലായി. കാരണം അവൻ പറക്കാൻ തുടങ്ങിയെന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവൻ കീഴോട്ട് വേഗം വീഴുകയുണ്ടായില്ല. അല്ലേ? അവൻ കീഴോട്ട് താഴേക്ക് വീണില്ല. അവൻ പറക്കാൻ തുടങ്ങി എന്നാ പറയുന്നത്. ഭയം അവനെ വിട്ടകന്നു. അല്ല, അവൻ്റെ ഉള്ളിൽ ഭയം ഇല്ലാതായി. അല്പം തലകറക്കം മാത്രമേ തോന്നിയിരുന്നുള്ളൂ. അല്ലേ? അല്പം തലകറക്കം മാത്രമേ ഉണ്ടായിട്ടു, വേറെ കുഴപ്പമൊന്നുമില്ല. അവൻ പറക്കാൻ തുടങ്ങി. പിന്നീട് ഒരിക്കൽ കൂടി അവൻ ചിറകടിച്ചു. പിന്നെയും അവൻ ഉയർന്നു, നെഞ്ചുപൊക്കി കാറ്റിനെതിരായി പറന്നു, ചെരിഞ്ഞു പറന്നു. അല്ലേ? പിന്നെയും അവൻ പറക്കാൻ തുടങ്ങി, കാറ്റിനെതിരായി പറക്കാൻ തുടങ്ങി. അവനൊരു ഭയവുമില്ലാതെ അവൻ ശക്തമായി പറക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. ചെരിഞ്ഞും പറന്നു, കമിഴ്ന്നും പറന്നു. അവൻ ഉഷാറായി പറന്നു. ഇവിടെ പറക്കാൻ പേടിച്ചു നിന്ന ബാലനായ പക്ഷി അമ്മയുടെ നിർബന്ധപ്രകാരം ആ അമ്മയുടെ ചുണ്ടിലെ മത്സ്യം കൊത്തിയെടുക്കാൻ പറഞ്ഞപ്പോൾ ആ അമ്മ മാറിക്കളയുകയും താൻ അപകടത്തിലേക്ക് വീഴാൻ പോവുകയാണ് മനസ്സിലാക്കിയ ബാലനായ പക്ഷി അപകടത്തെ തരണം ചെയ്യാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത കാര്യത്തിൽ നിന്നും അവൻ്റെ ഭയത്തെ മറന്നു കളഞ്ഞു. അവൻ ചിറകു വീശി പറന്നു തുടങ്ങി. ഗാ ഗാ ഘാ ഗാ ഗാ ഘാ ഊലാ എന്നൊക്കെ ഒച്ചാക്കി അവൻ്റെ ഇങ്ങനെ പറക്കാൻ തുടങ്ങുകയാണ്. ചിറകുകൾ അടിച്ച് വലിയ ഒച്ച പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ്റെ മാതാവ് അവനെ പറന്നു പോയതാണ്. മറ്റൊരു കരച്ചിൽ മുഖേന അവൻ അവളോട് സംസാരിച്ചു. തുടർന്ന് പിതാവ് കരഞ്ഞുകൊണ്ട് അവൻ്റെ തലയ്ക്ക് മീതെ പറന്നുപോയി. അതിനുശേഷം സഹോദരന്മാരും സഹോദരിയും പൊങ്ങുകയും താഴുകയും ചാടുകയും ചെയ്തുകൊണ്ട് അവന് ചുറ്റും പറക്കുകയും ചെയ്തു. അല്ലേ? തൻ്റെ കുട്ടി പേടിച്ചിട്ട് പറക്കാതിരുന്നപ്പോഴേ അച്ഛനും അമ്മയും കരഞ്ഞു. പിന്നീട് തൻ്റെ കുട്ടി പറന്നു പോകുന്ന കാഴ്ച കണ്ട് അച്ഛനും അമ്മയും സങ്കടപ്പെടുകയാണ്. എൻ്റെ കുട്ടി ഇതാ പറന്നു പോകുന്നല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. അവർക്ക് സന്തോഷമായി. അല്ലെ? ആനന്ദ കണ്ണീര് വന്നു. പറക്കാൻ കഴിയാത്ത പേടിച്ചിരുന്ന എൻ്റെ കുട്ടി ഇതാ ചിറകുകൾ വീശി ആകാശത്തിലൂടെ പറന്നു പോകുന്ന കാഴ്ച കണ്ട് അച്ഛനും അമ്മയും സന്തോഷിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ സഹോദരിയും സഹോദരനും ചിരിച്ച് അതിലൂടെ സന്തോഷിച്ച് പറന്നു പോവുകയാണ്. ഒരു കാലത്ത് തനിക്ക് പറക്കാൻ സാധിച്ചിരുന്നില്ലെന്നുള്ള
സംഗതി അപ്പോൾ അവൻ വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു. അല്ലെ, ഒരു കാലത്ത് തനിക്ക് പറക്കാൻ സാധിച്ചിരുന്നുള്ള സംഗതി അപ്പോൾ അവൻ വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ പൊങ്ങുവാൻ തുടങ്ങി, താഴുവാൻ തുടങ്ങി, കുതിച്ച് ചാടുവാനും. അങ്ങനെ അവൻ പൊന്തുവാനും താഴുവാനും കുതിച്ച് പൊങ്ങുവാനും തുടങ്ങുകയാണ്. അവൻ ശക്തിയോടെ പറന്നു പോകാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, ഉഷാറായി പറക്കാൻ തുടങ്ങി എന്നാ പറയുന്നത്. അവൻ ആകാശത്തിലൂടെ, ആകാശവിധാനങ്ങളിലൂടെ പറന്നു പോകുന്ന കാഴ്ച നമ്മളിവിടെ കാണുകയാണ്. അവൻ്റെ ഉള്ളിലെ എല്ലാ ഭയവും മാറി അവൻ ആകാശത്തിലൂടെ പറന്നുയരുന്നു. അവൻ ആ സമയം സമുദ്രത്തിന് സമീപമെത്തിയിരുന്നു. സമുദ്രത്തിൻ്റെ മീതെ മുന്നോട്ട് അവൻ പറന്നു. വിസ്താരമേറിയ ഒരു പച്ചക്കടലും അതിനു മീതെയുള്ള ചലിക്കുന്ന മേടുകളും അവൻ താഴെ കണ്ടു. ഇത് കണ്ട് ഒരു വശത്തേക്ക് കൊക്കു ചിരിച്ചു വെച്ച് അവൻ വിനോദപൂർവ്വം ഒന്ന് കരഞ്ഞു. അല്ലേ, അവൻ ഒരു വശത്തേക്ക് കൊക്കിങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് കരയാണ്. അവന് സന്തോഷമായി. എത്ര അപകടത്തിൽ നിന്നാണ് അവൻ പറന്നു പോയത്. അവന് പേടിയായിരുന്നു പറക്കാൻ. പക്ഷേ ആ ഭയമെല്ലാം അവൻ മാറ്റിക്കൊണ്ട് ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അവനിങ്ങനെ പറന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ആ പച്ചത്തറയിൽ അവൻ്റെ മുമ്പിലായി മാതാപിതാക്കന്മാരും സോദരന്മാരും സോദരിയും ഇറങ്ങിയിരിപ്പുണ്ടായിരുന്നു. ഉറക്കെ കരഞ്ഞ് അവനെ അവർ വിളിച്ചു. അല്ലേ, അവൻ്റെ കൂട്ടുകാരും അവൻ്റെ സഹോദരിയും സഹോദരനും അച്ഛനും ഉറക്കെ കരഞ്ഞ് വിളിക്കുകയാണ്. എടാ നീ ഇങ്ങ് വാടാ, നീ പറന്നടാ, പറന്നു അല്ലേ, നീതാ ആകാശത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കി എന്ന് പറഞ്ഞ് അവൻ്റെ സഹോദരന്മാർ അവനെ വിളിക്കുകയാണ്. അവൻ കാലുകൾ കീഴോട്ടിടുകയായി. ആ പച്ചക്കടലിൽ നിൽക്കാൻ അതിൽ അവൻ്റെ കാലുകൾ താണു. അവൻ പേടിച്ച് നിലവിളിച്ചു പോയി. വീണ്ടും ഉയരുവാൻ അവൻ ചിറകടിച്ച് ശ്രമിച്ചുകൊണ്ടിരുന്നു. അല്ലേ, അവൻ കടലിലേക്ക് വീഴാൻ പോവുകയാണ്. ആ പറക്കുന്നിടയിൽ അവന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ആ പിഞ്ചു പൈതൽ, ആ ബാലനായ പക്ഷി കടലിലേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ അവൻ വീണ്ടും ചിറകടിക്കാൻ തുടങ്ങി. അല്ലേ, ഉയരങ്ങളിലേക്ക് പറക്കാൻ വേണ്ടി അവൻ വീണ്ടും പരിശ്രമിക്കുകയാണ്. എന്നാൽ പട്ടിണി കൊണ്ടും വിചിത്രമായ ആ കായിക അഭ്യാസങ്ങൾ കൊണ്ടും വളരെ ക്ഷീണിച്ചിരുന്നതിനാൽ അവന് ഉയരാൻ കഴിഞ്ഞില്ല. അവന് ആ സമുദ്രത്തിൽ നിന്ന് വീണ്ടും പറന്നു പോകാൻ കഴിയുന്നില്ല. അവൻ ക്ഷീണിതനായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ലല്ലോ. അവന് വീണ്ടും പറക്കാൻ കഴിയുന്നില്ല. അവൻ്റെ കാലുകൾ ആ പച്ചക്കടലിൽ താണുപോയി. ആ കടലിലേക്ക് അവൻ്റെ കാലുകളിൽ മെല്ലെ താഴ്ന്നു പോവുകയാണ് മക്കളെ. വയറ് ചെന്ന് അതിൽ മുട്ടി നിന്നു. പിന്നെ അവൻ താണു പോയില്ല. അതിലങ്ങനെ പൊങ്ങിക്കടന്നു. അവൻ ആ കടലിൽ ഇങ്ങനെ പൊങ്ങിക്കടന്നു. അവന് പറക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കുടുംബക്കാർ നിലവിളിച്ച് അവനെ സ്തുതിച്ചു. അല്ലേ, അവൻ്റെ കുടുംബക്കാർ അവനെ വിളിക്കുകയാണ്. എന്താണ് എനിക്ക് പറ്റിയേ, നീ ഓക്കെ ആണോ എന്ന് പറഞ്ഞ് അവൻ്റെ കുടുംബക്കാരും അച്ഛനും അമ്മയും സഹോദരന്മാരും ചുറ്റുമുണ്ട്. അവൻ പറക്കാൻ കഴിയാതെ ക്ഷീണിതനായി കടലിങ്ങനെ പൊങ്ങി കിടക്കാണ്. ഡാഗ് എന്ന മത്സ്യത്തിൻ്റെ കഷ്ണങ്ങൾ അവർ തങ്ങളുടെ ചുണ്ടുകളിൽ വെച്ച് അവന് കൊടുത്തുകൊണ്ട് അവൻ്റെ ചുറ്റുമായി നിലകൊണ്ടിരുന്നു. അങ്ങനെ ആദ്യമായി അവൻ പറന്നു. പക്ഷേ അവൻ കടലിങ്ങനെ പൊങ്ങി കിടക്കാണ്. അവന് പറക്കാൻ കഴിയുന്നില്ല, വിശപ്പായിരുന്നു. അങ്ങനെ അവൻ്റെ കൂട്ടരും സ്വന്തക്കാരും ബന്ധുക്കളും വന്ന് അവന് ഡാൽ എന്ന് പറയുന്ന മത്സ്യം അവന് കഴിക്കാൻ കൊടുത്തു. അവനത് കഴിച്ചു. ശക്തിയായി, അവൻ ഊർജ്ജസ്വലനായി, ആരോഗ്യവാനായി. പിന്നീട് അവൻ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറക്കാൻ പോവുകയാണ് മക്കളെ. അങ്ങനെ തൻ്റെ ഉള്ളിലെ ഭയം മാറ്റിക്കൊണ്ട്, തൻ്റെ ഉള്ളിലെ ആ ഒരു ആത്മവിശ്വാസക്കുറവ് അവഗണിച്ചുകൊണ്ട് എല്ലാ ശക്തിയോടും കൂടി ഒരു ചെറിയ പക്ഷി പറന്നു പോകുന്ന ആ മോട്ടിവേഷനായ പ്രചോദനമായ പാഠഭാഗമാണ് നമ്മൾ പഠിച്ച ആദ്യത്തെ പറക്കൽ. അപ്പോൾ ഉള്ളിലെ ഭയം മാറ്റിയാൽ മതി, നമ്മൾ നിരാശ മാറ്റിയാൽ നമുക്ക് പറന്ന് ഉയരങ്ങളിലേക്ക് എത്താമെന്ന് പറയുന്ന വലിയ ആശയമാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മോട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ കുറച്ച് ചോദ്യങ്ങളൊന്ന് പഠിക്കാം. അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവന് ജനിച്ചില്ല എന്നാ പറയുന്നത്. അവൻ്റേതിനോളം നീണ്ടവയല്ലാത്ത ചിറകുകളുള്ള ജ്യേഷ്ഠന്മാരും കൊച്ചു സഹോദരിയും പാറയുടെ വക്കിലോടിച്ചെന്ന് ചിറകടിച്ചു പറന്നു പോയത് അവൻ കണ്ടതാണ്. അപ്പോൾ പോലും അത്യധികം സാഹസികമായി തോന്നിയിരുന്ന കീഴോട്ടുള്ള ചാട്ടത്തിന് വേണ്ട ധൈര്യം അവന് ജനിച്ചില്ല. അല്ലേ, ഈ ചോദ്യം എന്താ പറയുന്നത്? കാരണം എന്താ, അവൻ്റെ ഏട്ടനും അവൻ്റെ അനിയത്തിക്കും നല്ല ചിറകുണ്ട്. അപ്പോൾ എന്താണ്, അവനൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്താണ്, തൻ്റെ പോലും അല്ലാത്ത ചിറകുകൾ തൻ്റെ ഏട്ടനും അനിയത്തിയും ഒക്കെ പറന്ന് കാണുമ്പോൾ അവന് ഒരു കുറ്റബോധം വന്നു. പിന്നെ അവൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ആ പക്ഷി പറന്നു പോവുകയാണ് ചെയ്യുന്നത്. അവനപ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ അംശം തിന്നതുപോലെയാണ് തോന്നിയത്. എപ്പോഴാണ് ആ പക്ഷിക്ക് തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ അംശം തിന്ന പോലെ തോന്നിയത് മക്കളെ? ആ മുട്ടത്തോടല്ലേ. ആ അച്ഛനും അമ്മയും സഹോദരങ്ങളെല്ലാം പറന്നു പോയപ്പോൾ അവൻ ആ കൂട്ടിൽ ഒറ്റക്കായി. അവന് പറന്നു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ വിശന്നപ്പോൾ അവിടുത്തെ ഒരു മുട്ടയുണ്ട്. ആ മുട്ടയുടെ തോട് അവൻ കഴിച്ചു. അല്ലേ, ആ മുട്ടത്തോട് കഴിച്ചപ്പോൾ അവിടുന്ന് അവൻ ജനിച്ചു വന്നത്, മുട്ട വിരിഞ്ഞിൽ അവൻ വന്നത്. ഇപ്പം സ്വന്തം ശരീരം തിന്ന പോലെയാണ് അവൻ ആ തോട് തിന്നപ്പോൾ അനുഭവപ്പെട്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠഭാഗം പഠിച്ചപ്പോൾ മക്കളെ, ഈ പാഠഭാഗത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ആത്മവിശ്വാസം വേണം, ധൈര്യം വേണം. നമ്മുടെ ഉള്ളിലെ ഭയം നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഭയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ പറന്ന് ആകാശങ്ങളിൽ കീഴടക്കണമെന്ന വലിയ ആശയമാണ് കേസരിയുടെ ഈ പാഠഭാഗം ആദ്യത്തെ പറക്കിൽ നമുക്ക് തരുന്നത്. അപ്പോൾ കൃത്യമായി ഈ പാഠഭാഗം പഠിക്കാം, നല്ല മാർക്ക് നേടാം.
ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ച് ആത്മവിശ്വാസത്തോട് പഠിച്ച് ഉയരങ്ങൾ കീഴടക്കാൻ എൻ്റെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് പറയുന്നു. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.